ഇനി വീണ്ടും പിണറായി സർക്കാർ വരണമെന്നാണോ ആഗ്രഹം? അയ്യോ, പിണറായി സർക്കാർ വീണ്ടും വരണമെന്നാണോ അഭിപ്രായം? അയ്യോ മതി, വന്നത് മതി. ഏവൻ ഭരിച്ചിരുന്നാലും നമുക്ക് ഒരു ഗതിയില്ല. വരില്ല വരണ്ട. ഭരണം നല്ല ഭരണമല്ല. ഇനി വീണ്ടും പിണറായി സർക്കാർ വരണമെന്നാണോ ആഗ്രഹം? അയ്യോ, എന്തുകൊണ്ടാണ് ചേട്ടാ? പിണറായി സർക്കാർ വരണോ? വരണം അങ്ങനെ വരികയാണെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആരായിരിക്കണം? പിണറായി തന്നെ. പിണറായി തന്നെ മുഖ്യമന്ത്രിയാണോ? ഓക്കെ. എടാ, ഇവിടെ എന്താണ് ചേട്ടാ അഭിപ്രായം? പ്രത്യേക അഭിപ്രായം ഒന്നുമില്ല. നമ്മളൊക്കെ ഇങ്ങനെ അനുഭവിക്കല്ലേ, ഇത്രേ ഉള്ളൂ. 10 വർഷം ഇരുന്നില്ലേ, മതിയാക്കണം. ഇവിടെ എന്താണ് ചേട്ടാ അഭിപ്രായം? ഇനി പിണറായി സർക്കാർ വീണ്ടും വരണമെന്നാണോ? പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. പിണറായി സർക്കാർ വന്നാലും നമ്മളെ ആട്ടോറിക്ഷ തൊഴിലാളികളാണ് കഷ്ടപ്പെടുന്നത്, മനസ്സിലായില്ല. അവരെ ജാഥയ്ക്ക് എല്ലാത്തിനും പോണത് ഞങ്ങളെ തന്നെയാണ് ഇപ്പം കുഴി തോട്ടിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വന്നാലും ആര് വന്നാലും നമ്മളെന്നും ആട്ടോറിക്ഷ തൊഴിലാളി എന്നും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. ഒരിക്കലും എന്തുകൊണ്ടാണ്? മൊത്തം ദ്രോഹം തന്നെ. KSRTC-കാർക്കായാലും ജീവനക്കാർക്കായാലും ക്ഷേമ പെൻഷനായാലും എല്ലാത്തിലും മുടക്കവും. എല്ലാവരും വിഷമിച്ചത് ഒരു 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 മനപ്രയാസത്തിലടക്കും. കണ്ട് ഒരിക്കലും വരാൻ സാധ്യതയില്ല. വരാൻ കഴിയില്ല. പ്രത്യേകിച്ച് KSRTC-കാർ അവർ വളരെ ദയനീയാവസ്ഥ. പിന്നെ കോൺഗ്രസ് ആയിരിക്കും വരാൻ കോൺഗ്രസ് ആണോ ആരാണോന്ന് അറിയത്തില്ല. പിണറായി സർക്കാർ വരും. വരാൻ സാധ്യത. ശരി, പറഞ്ഞു. വരില്ല വരണ്ട. എന്തുകൊണ്ടാണ്? ഭരണം നല്ല ഭരണമല്ല. എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ? എന്തെങ്കിലും ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ കണ്ടില്ലേ, പെൻഷൻ അത് പിന്നെ കിടപ്പ് രോഗികൾക്ക് അവരെ പരിചരിക്കുന്നവർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പൊ ഒരു 3 വർഷം കൊണ്ട് അത് കിട്ടുന്നില്ല. എനിക്ക് വൈകല്യമുള്ള ഒരു മോളുള്ളതാണ്, കിടപ്പില്ല. അപ്പൊ ഞാൻ അവളെ പരിചരിക്കുന്നതും നോക്കുന്നതും. അപ്പൊ അതിന്റെ പെൻഷനൊന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ കിട്ടിക്കൊണ്ട് ഇപ്പൊ ഒരു 3 വർഷം കൂടി കിട്ടുന്നില്ല. അത് പോയി അന്വേഷിക്കുമ്പോഴൊക്കെ നിർത്തലാക്കി എന്നാ പറയുന്നത്. അപ്പൊ ഇയാൾക്ക് തോന്നുന്ന പോലെ ഇയാൾ നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങള്? അതുകൊണ്ട് ഒരിക്കലും ഇനി ഇങ്ങനെ ഒരു ഭരണം ആരായാലും ഏത് രാഷ്ട്രീയമായാലും ഇങ്ങനെ ഒരു ഭരണം വേണ്ട. ജനങ്ങളുടെ ഇത് വന്നിട്ട് ജനങ്ങൾക്ക് നല്ല പൊതുപ്രവർത്തനം ചെയ്യുന്ന ഏതാണോ അത് വരണം നിയമത്തിൽ. അപ്പൊ നമുക്ക് റോഡ് ആക്സിഡന്റ് ഉണ്ടാകണം. ജനങ്ങൾക്ക് ഇത് വേണം. അവര് ജനങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ചെയ്തു തരേണ്ടത്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് സർക്കാർ അതിനു വേണ്ടിയാണ്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. അപ്പൊ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരുക. ഇപ്പൊ കിട്ടുന്നില്ല. മുഖ്യ ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. ഞങ്ങൾ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ളതാണ്. ഞങ്ങളവിടുത്തെ തീരദേശ റോഡ് വന്നിട്ട് വലിയതുറയാണ് എന്റെ സ്ഥലം. തീരദേശ റോഡുകളൊക്കെ വളരെ മോശമായിട്ട് കിടക്കുകയാണ്. ആ റോഡ് ഒന്ന് നേരെയാക്കാനും പിന്നെ ഞങ്ങൾ കടൽപ്പാലം, വലിയതുറ കടൽപ്പാലം, അതുവഴിയാണ് ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്നത്. അതും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് കിടക്കുന്നത്. അത് ഇത്രയും എമൗണ്ട് സർക്കാർ ഇങ്ങനെ ഇത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കോടികൾ നിയമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു സഹായം അവിടെ നടന്നിട്ടില്ല. അതുപോലെ തന്നെ കടലിൽ വീട് പോയ ആൾക്കാർ അവിടെ ഗോഡൌണിൽ കിടന്നപ്പാരെ വാടക വീട്ടിൽ മാറ്റണമെന്ന് പറഞ്ഞു അതിന് പൈസ അനുവദിച്ചെന്ന് പറഞ്ഞു. നമുക്ക് തീരദേശ മേഖലയിൽ നമുക്ക് കുട്ടികളുടെ പഠനത്തിനും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. റേഷൻ കടയിൽ നമുക്ക് മണ്ണെണ്ണ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പഞ്ചസാര ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കുറച്ച് ഇപ്പം വേവിച്ച് തിന്നാൻ പോലും പറ്റാത്ത അരികളാണ് നമുക്ക് കിട്ടുന്നത്. അത് 5 കിലോ അരി എന്ന് പറഞ്ഞിട്ട് അതും പോലും കിട്ടുന്നില്ല. വേവിച്ച് തിന്നാൻ പറ്റുന്നില്ല. നമുക്ക് 50 രൂപയുടെ അരി വാങ്ങിച്ച് തിന്നേണ്ട ഗതികേടൊന്നും നമുക്കില്ല. അതുപോലെ പെണ്ണുങ്ങൾക്ക് ജോലിയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമ്മളവിടെ ലോട്ടറി കച്ചവടവും കാര്യങ്ങളും ചെയ്താണ് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമുക്ക് സ്വയം തൊഴിലെന്ന് പറയുമ്പോൾ എല്ലാം വിദ്യാഭ്യാസമുള്ളവർക്ക് കിട്ടും. വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന ജോലികൾ കിട്ടുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവർക്ക് വലിയ പിൻപാട് ആൾക്കാരും ഉള്ള ആൾക്കാർക്കാണ് ജോലി കിട്ടുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സംരക്ഷണവും കിട്ടുന്നില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അവര് ഇലക്ഷൻ വരുമ്പോൾ വാഗ്ദാനങ്ങൾ കൊണ്ടുവരും, അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവർ വോട്ട് നേടുന്നു, അവരുടെ കാര്യങ്ങൾ അവർ നന്നാക്കുന്നു, അവരുടെ മക്കളെ നന്നാക്കുന്നു. അവർക്ക് ഗ്യാസും കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല. സാധാരണക്കാർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരവിടെ ഇടപെടുന്നില്ല. കാശുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള ഇതുള്ളൂ. ചേട്ടാ, ഇനി വീണ്ടും ഇടത് സർക്കാർ വരാനാണോ സാധ്യത? സാധ്യത കുറവാണ്. സാധ്യത കുറവാണ്. ആരായിരിക്കും പറയാൻ പറ്റില്ല. ഇടത് സർക്കാരിന് സാധ്യത കുറവാണ്. പിന്നെ അടുത്ത ആര് വരുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ആഗ്രഹമില്ല. എന്തുകൊണ്ടാണ് ചേട്ടാ? ആഗ്രഹം എല്ലാരും ഒരു മാറി വരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് മാറി വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാം എപ്പോഴും ഒരാളൊന്നും മടുപ്പ് തോന്നുന്നു. പൊതുവെ മോശമാണ്. ഭരണം മോശമാണ്. പിണറായി സർക്കാർ വീണ്ടും വരണമെന്നാണോ അഭിപ്രായം? അയ്യോ മതി, വന്നത് മതി. എന്തുകൊണ്ടാണ് ചേട്ടാ? അത് എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ കണ്ടീഷനായി. അതുകൊണ്ടാ നിങ്ങൾക്ക് എടുക്കാൻ പറ്റി എടുത്തിരിക്കാം. ചാനലടി ഒരു മെയിൻ റോഡാണ്.
ഉണ്ടിട്ടിങ്ങനെ കൊല്ലുണ്ട് മെയിൻ റോഡിലാണ്. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട് വകുപ്പ് ഗണേശകുമാർ കയറി ടാക്സിക്കാർക്ക് ജീവിക്കാൻ വയ്യ. പ്രൈവറ്റുകാർക്ക് എന്തുകൊണ്ടാവാം, ടാക്സിക്കാരെ തൊഴിലേ കയറുള്ളൂ. ഭരണം മൊത്തത്തിൽ മോശമാണ് മൊത്തത്തിൽ മോശമാണ്. ഏതൊരു വകുപ്പായിരുന്നാലും എല്ലാ വകുപ്പും മോശം. ഏവൻ ഭരിച്ചിരുന്നാലും നമുക്ക് ഒരു ഗതിയില്ല. നമുക്ക് നമ്മളെ വണ്ടിയിലെ ടാക്സ് കൂട്ടി, ഇൻഷുറൻസ് കൂട്ടി, ഒന്നാലും ജീവിക്കാൻ വയ്യ. അതുകൊണ്ട് ആര് വന്നാലും നമുക്ക് കേന്ദ്രം വന്നാലും ഇനി കേന്ദ്രം വന്നാലും കേരളം വന്നാലും ഇത് ആര് വന്നാലും എല്ലാം മച്ചമ്പിയാണ്. നമുക്കൊരു ഒന്നുമില്ല. സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എന്താണ് ഏട്ടാ അഭിപ്രായം? എന്ത് പറയാൻ, ഇപ്പൊ എല്ലാം കഷ്ടത്തിലാണ്. ഓട്ടോറിക്ഷ എന്നല്ല, ഒരു വാഹന മേഖലയില് എല്ലാവരും വളരെയേറെ കഷ്ടത്തിലാണ്. ഗണേഷ് കുമാർ കുറെ കാര്യങ്ങൾ ചെയ്തു. ഇപ്പൊ ഓരോ ദിവസം ഓരോന്ന് ചെയ്യുന്ന തൊഴിലാളികളെ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. എന്താണ് നല്ല കാര്യം ചെയ്യുന്നത് നിങ്ങൾ പറ. പുള്ളി ഓരോ ദിവസം ഓരോ ഇത് കൊണ്ടുവരുന്ന നഷ്ടത്തിലല്ലേ കൊണ്ടുവരുന്നത്. ഈ തൊഴിൽ ചെയ്യുന്ന ഓട്ടോറിക്ഷയൊക്കെ സ്വന്തമായിട്ട് ഓടണതിനും വരെ കഷ്ടത്തിലാണ് ഇപ്പം ജീവിക്കുന്നത്. വാഹന മേഖലയിൽ ഏറ്റവും വാഴ്ച വന്നേക്കാണ്. ഏറ്റവും കൂടുതൽ അവരുടെ യൂണിയനിലുള്ള ആൾക്കാരും ഈ വാഹന മേഖലയിലുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവര് അതിനൊരു സംരക്ഷണം കൊടുക്കാതെ ബംഗാളികൾ വന്നിറങ്ങുന്നത്? അവന്റെ കുഞ്ഞുങ്ങളെ ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാനും അവർക്ക് ആഹാരം കൊടുക്കാനും എല്ലാം ഉണ്ട്. അവർക്ക് ഇവിടെ തൊഴിൽ, അവർക്ക് എന്താണ് സേഫ്റ്റി? അവർക്ക് സേഫ്റ്റി ഉണ്ട്. തൊഴിൽ ചെയ്യാനുള്ള സംവിധാനം ഏത് ഓടയിൽ വെച്ച് ഓടയുടെ സൈഡിൽ വെച്ചായിരുന്നാലും അവർക്ക് കച്ചവടം ചെയ്യാം. അവരാരും പിടിക്കത്തില്ല. അതേസമയം നമ്മളൊരു വണ്ടി കൊണ്ട് പോകാൻ നോക്കട്ടെ, ബെൽറ്റ് ഇല്ല, അതില്ല, ഇതില്ല. ഞാനിപ്പോ അടച്ചിട്ടിരിക്കുന്ന 9,000 രൂപ ഫൈൻ അടച്ചിട്ടിരിക്കുകയാണ്. 2 വണ്ടി. ഈ ഓട്ടോറിക്ഷയ്ക്ക് ഒരു ആംബുലൻസിനായിട്ട് ബെൽറ്റ് ഇല്ല, അതില്ല, ഇതില്ല. നീ ആംബുലൻസ് കൊണ്ടുപോകുന്ന ബാക്കിൽ നിന്ന് വിളിക്കുന്ന ചാടി ഇറങ്ങിയെന്ന് അവൻ എന്തെങ്കിലും നോക്കിയിട്ട് തിരിച്ച് വണ്ടി കയറി എടുത്തുകൊണ്ട് പോവുകയാണ്. അവന് പിന്നെ ഈ പാർട്ടി പറയുന്നത് കൊണ്ടുപോകുന്ന പറഞ്ഞ് വിളിക്കുകയാണ്. ഇതിനിടയ്ക്ക് ബെൽറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് നോക്കിയിട്ട് കാര്യമുണ്ടോ? അത് 500 രൂപ വെച്ച് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ്, ഇൻഷുറൻസ്. ഇപ്പൊ ഇന്ന് എന്താ നിയമം വന്ന് 15 വർഷമായ വണ്ടികൾക്ക് പകുതി കൂടി കൊടുക്കണമെന്ന്. വണ്ടി മേഖല എങ്ങനെയാണ് ഇത് നേരിട്ട് കൊണ്ടുപോകുന്നത്? എന്ത് തൊഴിലാണ് ഞങ്ങൾക്കുള്ളത്? ഇനി ഇവിടെ ചെയ്യാൻ എന്ത് തൊഴിലുണ്ട്? നിങ്ങൾ പറഞ്ഞാൽ. നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നടക്കല്ലേ? ഞങ്ങൾ എന്ത് തൊഴിൽ, ഈ ഡ്രൈവർമാരായിട്ടുള്ള ഞങ്ങൾ എന്ത് തൊഴിലാണ് ചെയ്യേണ്ടത്? ഇത്രയും പേർക്ക് പെൻഷൻ കൊടുക്കുമോ? എത്ര കോടിക്കണക്കിന് രൂപ ക്ഷേമ നിധി കെട്ടിക്കിടപ്പുണ്ട്. ഒരു ഓണത്തിന് ഈ പ്രീപെയ്ഡിൽ ഒരു കിറ്റ് കൊടുക്കുന്നില്ലല്ലോ. മുമ്പ് കൊടുത്തോണ്ടിരുന്നത്. ഈ ഓണത്തിന് ഞങ്ങൾക്ക് തൊഴിലാളികൾക്കെന്ന് പറഞ്ഞ ഒരു കിറ്റ് കൊടുത്തിട്ടില്ലല്ലോ ഇവിടെ. നഗരസഭയിൽ നിന്ന് കൊടുത്തോണ്ടിരുന്നു മുമ്പ്. ഇപ്പൊ അതും ഇല്ല. എന്നുവെച്ചാൽ നമ്മളെ തീരെ അവര് സ്നേഹിക്കുന്നതിനുള്ള കാര്യമാണ്. ഞാൻ പാർട്ടി പറയുന്നതല്ല. ആര് വന്നാലും ഇനി ഈ മേഖല നമ്മൾ ഗണേഷ് കുമാർ വന്നപ്പോഴൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. പുള്ളി ഇപ്പൊ ഓരോ ദിവസം ഓരോ നിയമങ്ങൾ കൊണ്ടുവരുന്ന എല്ലാം ഭയങ്കര പാളിച്ചാണ്. അത് ഞങ്ങൾക്ക് കേൾക്കേണ്ടവർക്ക് തന്നെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. അതെന്താണ്? പുള്ളിയും നല്ല കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മുമ്പ് നല്ല അച്ഛൻ നിന്നപ്പോൾ നല്ല കാര്യം, പുള്ളിയും നല്ല കാര്യങ്ങൾ. പക്ഷെ ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നമ്മൾ ചോദിക്കാൻ പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യാനെന്ന് തല ഉയർന്നു കാണിക്കും. എന്താണെന്നാണ്? ഞങ്ങൾ കുഞ്ഞുങ്ങളൊക്കെ പഠിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ഒരു ദിവസം 1000 രൂപ ഇല്ലാതെ നിന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ സിഗരറ്റ് വലിക്കുന്ന, മദ്യപിക്കുന്ന അവരൊന്നും അല്ല. പക്ഷെ വീട്ടിൽ പോകുമ്പോൾ നമ്മൾ 1000 രൂപ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊന്നും നടക്കില്ല. 2 കുഞ്ഞുങ്ങളെയൊക്കെ വെച്ച് ജീവിക്കുന്നവരങ്ങനെ നോക്കും. നമുക്ക് ഈ തൊഴിലല്ല, നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ട്. ശരി. നമ്മുടെ ആട്ടോ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യം മാത്രമേ ഉള്ളൂ. നമ്മളെ ആട്ടോ കൊണ്ട് ഇറങ്ങിയ ഒരു ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് ജീവിതം വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ ജീവിതം അങ്ങോട്ട് പോണത്. കാരണം ഇപ്പോൾ വിലക്കയറ്റം, എന്തെല്ലാം സാധനത്തിന് വിലക്കയറ്റവും വളരെ ബുദ്ധിമുട്ടാണ് ആട്ടോക്കാരുടെ ജീവിതം. ആട്ടോക്കാർക്ക് ഇപ്പം എന്താണ്, ഇപ്പോൾ റോഡിൽ ഇറങ്ങിയ അധിക കൂലി നമ്മൾ വാങ്ങണമെന്ന് പറയും. യൂബറൊക്കെയാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ യൂബർ ഓടാൻ അറിഞ്ഞുകൂടാത്ത പാവപ്പെട്ട തൊഴിലാളികളുണ്ട്. എങ്ങനെ ഒരു വിദ്യാഭ്യാസം, ഏറ്റവും മൊബൈൽ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ. കാരണം ഇതില് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരൊക്കെ വല്ല ഡോക്ടറോ എഞ്ചിനീയർ ആയാൽ പോലും ആട്ടോ ഓടിക്കണ്ടല്ലോ. നമ്മുടെ ഈ വികസനമല്ലേ ഞാൻ വേണമെന്നറിയാം. യൂബർ വികസനം എന്ന് പറഞ്ഞാലേ അത് എല്ലാവരുടെയും പാവപ്പെട്ട പിന്നെ വയസ്സായ ആൾക്കാരൊക്കെ നിങ്ങൾ പഠിപ്പിച്ചിട്ട് വികസനമാക്കുക. ഞാൻ വേണം ഒരിക്കലും പുതിയ ടെക്നോളജി നമ്മൾ കുറ്റം പറയണമല്ല. എന്നാൽ ആട്ടോ തൊഴിലാളികളെ നിങ്ങൾ നേരത്തെ ക്ലാസ് കൊടുക്കണം. ഇതെങ്ങനെ ഓടണം, അവരെ ക്ലാസ് കൊടുത്ത് അവരെ കൂടെ അതിൽ കൊണ്ടുവന്നതിന് ശേഷം യൂബർ ഓടണം. നമ്മൾ ബുദ്ധിമുട്ട് നമ്മൾ പറയണല്ലേ. പാവപ്പെട്ട ഈ യൂബർ ഓടുമ്പോഴത്തേക്ക് അല്ലാതെ യൂബർ ഓടാത്ത ആൾക്കാരും ഉണ്ട്. ദാരിദ്ര്യം പിടിച്ച ഒരു ഫോൺ പോലും വാങ്ങാൻ, ആൻഡ്രോയിഡ് ഫോൺ വാങ്ങാൻ പോലും ദാരിദ്ര്യം പിടിച്ച ആൾക്കാർ ഇന്നും ഉണ്ട്. പാവപ്പെട്ട വയസ്സായ മാമാർക്ക് അറിയാമോ? അവരാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പഴയ തൊഴിലാളിയൊക്കെ അറിഞ്ഞുകൂടാ യൂബർ ഓടേണ്ട കാര്യങ്ങൾ. അപ്പോൾ യൂബർ ഓട്ടോ എടുക്കുമ്പോൾ അവർക്ക് ദാരിദ്ര്യം. നമ്മൾ മീറ്റർ ഇട്ട് പോകാൻ പറയണത്. മീറ്റർ ഇട്ട് നമുക്ക് മീറ്റർ ഇല്ല, നമുക്ക് മീറ്റർ വേണം. എങ്ങനെയാ
പിന്നെ മീറ്റർ പൈസ കൊടുത്തില്ല. അതാണ് ആട്ടോ തൊഴിലാളി ഇടണം. പക്ഷേ യൂബറിന് മിനിമം ചാർജ് 50 രൂപ. 50 രൂപ. നമ്മള് 30 രൂപ. സാധാ ആട്ടോക്കാരന് ഓടണത് 30 രൂപ. അതെന്താണെന്ന് അറിയത്തില്ല. മീറ്റർ ഇട്ട് പോണം. എങ്കിലേ പൈസ തരാം. മനസ്സിലായില്ലേ? പാർട്ടി തരാം. അപ്പൊ എന്തോന്ന് യൂബറിന് മീറ്റർ ഇടണ്ട. മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കമ്പനിയെ സഹായിക്കാൻ ഒരു കാരണമായിട്ട് പക്ഷേ നമ്മുടെ തൊഴിലാളിക്ക് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല തന്നെ. ദാരിദ്ര്യം മാത്രമേ ആട്ടോക്കാർക്ക് ഒരു ഗുണവും ഇല്ല. ഇനി വീണ്ടും ഭരണത്തിൽ വരുമെന്ന് കരുതുന്നുണ്ടോ? ഇതൊരു നമുക്ക് ആര് വന്നാലും നമ്മളെ തൊഴിലാളിയെല്ലാം രക്ഷപ്പെടുത്തുക. ഇതാണ് ഞാൻ പറയുന്നത്. അല്ല നമുക്കിനി ആര് വന്നാലും എന്നല്ലല്ലേ, ആര് വന്നാലും തൊഴിലാളികളെ ശ്രദ്ധിക്കുക, പാവങ്ങളെ ശ്രദ്ധിക്കുക, തൊഴിലാളിയെ ശ്രദ്ധിക്കുക. അതേ ഞാൻ പറയുന്നത്. ഇവിടെ തെങ്ങി കയറാൻ പറ്റില്ല, കോൺക്രീറ്റ് പോകാൻ പറ്റില്ല, ആര് വന്നാലും പോകാൻ പറ്റില്ല, ഒന്നിനും പോകാൻ പറ്റില്ല. ഇനി എന്ത് ഒരാളല്ലെങ്കിൽ അടുത്ത ആള് വരുമല്ലോ. ആരെങ്കിലും വന്നാലും നമ്മളെ തൊഴിലാളിയെ പരമാവധി സഹായിക്കാൻ ശ്രമിക്കുക. ആര് വന്നാലും ശരി ശരി അത്രേ ഉള്ളൂ. അല്ല നമുക്ക് വേറെ ഒന്നും ഇതിനകത്ത് അഭിപ്രായം പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ശരി. തൊഴിലാളിയെ രക്ഷപ്പെടുക. നിങ്ങളെ പോലുള്ള ചാനലുകാർ വന്ന് ജനങ്ങളെ എല്ലാവരും അറിയിക്കുക. അത്രേ ഉള്ളൂ. ശരി.